മധ്യപ്രദേശിൽ കർഷക പ്രക്ഷോഭം 10 ദിവസം പിന്നിടുന്നതിനിടെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്നുവെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രിയുടെ നിരാഹാര സമരം. അതേസമയം പോലീസ് വെടിവയ്പിൽ കർഷകർ മരിച്ച സംഭവം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യുപിയിലും കർഷക പ്രക്ഷോഭം ശക്തമായി. 6 കർഷകരെ വെടിവെച്ചു കൊന്ന മധ്യപ്രദേശ് സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുകയും കർഷക പ്രക്ഷോഭം 10ാം ദിവസത്തിലേക്ക് പിന്നിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിലെ ദസറ മൈതാനത്താണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം ശിവരാജ് സിംഗ് ചൌഹാൻ പ്രഖ്യാപിച്ചത്. കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നുവെന്നാണ് ബിജെപിയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ബിജെപി അനുകൂല കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘുമായി മാത്രം സർക്കാർ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിനിടയിൽ പലിശരഹിത വായ്പകൾ എഴുതിത്തള്ളാനാകില്ലെന്ന് സംസ്ഥാന കാർഷിക മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മൻസൂറിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നിരാഹാര തന്ത്രം. കർഷകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന പ്രതിഷേധവും വൻ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറി. പച്ചക്കറിയുമായി പോകുന്ന പല വാഹനങ്ങളും ഉത്തർപ്രദേശിൽ കർഷകർ തടഞ്ഞു. സംസ്ഥാന പാതകൾ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ആം ആദ്മി നേതാക്കൾ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന കർഷകരെ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മഹാരാഷ്ട്രയിലെ കർഷക സമരം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വിപണിയിൽ ലഭിക്കുന്ന അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾക്ക് തീവില. സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ശിവസേന. സമരം ശക്തിപ്പെടുത്തുമെന്നും കർഷക സംഘടന. മുംബൈയിൽ കർഷക സമരം തുടങ്ങിയതോടെ മൊത്ത വിപണിയിൽ തന്നെ ചില ഇനങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയോളമാണ് വർധനവുണ്ടായത്. പച്ചക്കറികൾ ലഭ്യമാകാത്തതാണ് വിലക്കയറ്റത്തിന് കാരണമായത്. ഏറെ വലഞ്ഞത് വീട്ടമ്മമാരാണ്. കഴിഞ്ഞ ആഴ്ച 20 രൂപ കിലോ ഉണ്ടായിരുന്ന തക്കാളി ഇപ്പോൾ 100 രൂപയായി. ഇപ്പോൾ 100 രൂപയ്ക്ക് കൊണ്ടുവന്ന പച്ചക്കറിയാണിത്. ഈ സ്ഥിതി തുടർന്നിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. കർഷക സമരത്തിൽ സർക്കാർ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് मुंबई मेयर विश्वनाथ महादेश्वर प्रतिകരിച്ചത്. शेतकऱ्यांना कोणत्या परिस्थितीत न्याय मिळाला पाहिजे, शेतकऱ्यांना कर्जमाफी मिळालीच पाहिजे ही शिवसेनेची भूमिका आहे. शेतकऱ्यांना संप करण्याची वेळ आली आहे. खरंच या सरकारने कुठेतरी योग्य तो निर्णय घेऊन शेतकऱ्यांच्या हिताच्या दृष्टिकोनातून चांगला निर्णय घेतला पाहिजे. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാകുമെന്നും തീവണ്ടികൾ തടഞ്ഞും പ്രതിഷേധിക്കുമെന്നും കർഷക സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. മഹാത്മാഗാന്ധിയുടെ ജാതി പറഞ്ഞുള്ള ബിജെപി അധ്യക്ഷൻ അമിത്ഷായുടെ പരാമർശം വിവാദമാകുന്നു. ഗാന്ധിജിയെ ബുദ്ധിമാനായ ബനിയ എന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ ഒരു പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു അമിത്ഷായുടെ വിവാദ പരാമർശം. ബുദ്ധിമാനായ ബനിയക്കാരനാണ് ഗാന്ധിയെന്നായിരുന്നു ജാതി പറഞ്ഞുള്ള അമിത്ഷായുടെ പരാമർശം. കോൺഗ്രസ് പാർട്ടി വിമർശനം നടത്തുന്നതിനിടെയായിരുന്നു ഷായുടെ വിവാദ പരാമർശം. ബുദ്ധിമാനായ ബനിയായിരുന്നു ഗാന്ധി. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടതെന്നുമാണ് ഷാ പ്രസംഗിച്ചത്. കോൺഗ്രസ് किसी एक सिद्धांत को लेकर बनी हुई पार्टी ही नहीं है. वो आजादी प्राप्त करने का एक स्पेशल पर्पस वेहिकल है. आजादी प्राप्त करने का एक साधन थी कांग्रेस. और इसीलिए महात्मा गांधी ने दूरंदेशी के साथ बहुत चतुर बनिया था. वो उसको मालूम था आगे क्या होने वाला है. उसने आजादी के बाद तुरंत कहा था कांग्रेस को बिखेर देना चाहिए. महात्मा गांधी ने नहीं किया, मगर अब कुछ लोग उसको बिखेरने का काम समाप्त कर रहे हैं. മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അമിത്ഷായ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിർഭാഗ്യകരവും അധാർമികവും അനാവശ്യവുമായ പരാമർശമാണെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്. മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അമിത്ഷാ അപമാനിച്ചുവെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സർജേവാല പ്രതികരിച്ചത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പ്രത്യേക വാഹനമാണ് മഹാസഭയും സംഘപരിവാറുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഷ്ട്രപിതാവിനെ ജാതി പറഞ്ഞ് ബിജെപി അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. ഖത്തറിൽ നിന്നുള്ള പ്രാദേശിക പത്രങ്ങൾക്കും പത്രങ്ങളുടെ വെബ്സൈറ്റുകൾക്കും UAE വിലക്കേർപ്പെടുത്തി.
പെനിൻസുലയുടെ വെബ്സൈറ്റ് അധികൃതർ ബ്ലോക്ക് ചെയ്തു. നേരത്തെ അൽ ജസീറയുടെ വെബ്സൈറ്റിനും ചാനലിനും ഗൾഫ് ടൈംസ്, ഖത്തർ ട്രിബ്യൂൺ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾക്കും അറബ് മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു. ഖത്തറിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളും അഭിപ്രായങ്ങളും നടത്തുന്നവർക്ക് കർശന ശിക്ഷയാണ് UAEയും ബഹ്റൈനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾക്കോ വ്യക്തികൾക്കോ ഖത്തർ സർക്കാർ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. സിനിമാ മേഖലയെ പ്രത്യേക താൽപര്യക്കാർ അടക്കി വാഴുന്ന പ്രവണത അവസാനിപ്പിക്കാൻ സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രി AK ബാലൻ. ഗ്രാമീണ മേഖലയിൽ പൂട്ടിപ്പോയ 500 തിയേറ്ററുകൾ തിരികെ എത്തിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും സാംസ്കാരിക മേഖലയിലെ പുരസ്കാര തുകകൾ അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. കേരള സാഹിത്യ അക്കാദമി വജ്രജൂബിലി ആഘോഷ ചടങ്ങിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരങ്ങളും സമർപ്പിച്ചു. പ്രത്യേക താൽപര്യക്കാർ നിയന്ത്രിച്ചിരുന്ന സിനിമാ മേഖലയെ സ്വതന്ത്രമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവലിന് സ്ഥിരം വേദി ഒരുക്കുന്നതിനൊപ്പം ഗ്രാമീണ മേഖലകളിൽ പൂട്ടിപ്പോയ 500 സിനിമാ തിയേറ്ററുകൾ തിരികെ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമഗ്രമായ നിയമനിർമ്മാണം സിനിമാ രംഗത്ത് വരാൻ പോവുകയാണ്. ഈ ടിക്കറ്റ്, ഫിലിം സിറ്റി, ഫെസ്റ്റിവലിന് സ്ഥിരം വേദി, ഗ്രാമപ്രദേശങ്ങളിൽ തിയേറ്റർ ശൃംഖല. KSFDC ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 20 തിയേറ്ററുകൾ പണിയും. എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷമാക്കി ഉയർത്തും. സാംസ്കാരിക മേഖലയിലെ മറ്റ് അവാർഡ് തുകകളും വർദ്ധിപ്പിക്കും. എല്ലാ ജില്ലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സാഹിത്യ അക്കാദമിയുടെ വജ്രജൂബിലി ആഘോഷ ചടങ്ങിൽ UA ഖാദർ, സാറ ജോസഫ് എന്നിവർക്ക് വിശിഷ്ട അംഗത്വം സമർപ്പിച്ചു. അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരദാനവും AK ബാലൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുണ്യമാസത്തിൽ പരിചരണവും ഭക്ഷണവുമില്ലാതെ ഒരു കുടുംബം സന്മനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. ആലപ്പുഴ വട്ടപ്പള്ളിയിലാണ് മക്കളില്ലാത്ത ഈ വൃദ്ധ ദമ്പതികൾ ഒറ്റയ്ക്ക് കഴിയുന്നത്. വളർത്തുമക്കൾക്കും ബന്ധുക്കൾക്കും ഇവരെ വേണ്ടാതായതോടെ അടുത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇവരെ ഇപ്പോൾ നോക്കുന്നത്. ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പുണ്യമാസമായ റമളാനിലാണ് വൃദ്ധ ദമ്പതികൾ നല്ല മനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത്. ആലപ്പുഴ വട്ടപ്പള്ളിയിലെ ഒരു ചെറിയ കൂരയിലാണ് ഭക്ഷണവും പരിചരണവുമില്ലാതെ ഇവർ ജീവിക്കുന്നത്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ തൻ്റെ ബന്ധുക്കളായ 2 കുട്ടികളെ എടുത്തു വളർത്തി വലുതാക്കി. ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു. മക്കൾ വലുതാകുമ്പോൾ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇവരെ ബന്ധുക്കളും വളർത്തുമക്കളും കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഇവരെ സഹായിക്കാൻ അത്താഴക്കൂട്ടമെന്ന യുവജന സംഘടന മാത്രം. മക്കളെല്ലാവരും വളർത്തുമക്കളാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അവരെല്ലാം ഇവരെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് ഉള്ളതെല്ലാം വിറ്റ് അവർ മേടിച്ച് അവരെ പാട്ടിനും പോയി. ഇപ്പോൾ ഈ 2 പേരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് എല്ലാവരുടെ സഹായത്തോടെ അത്താഴക്കൂട്ടവും ഈ കെയറും കൂടെയാണ് ഇവരൊരു ഇപ്പം കിട്ടേണ്ട ഒരു പരിചരണമാണ്. ആ പരിചരണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഉടൻ തന്നെ അവരെ മാറ്റുക. വൃദ്ധരായ മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ തെരുവിലിറക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത ഈ ദമ്പതികളുടെ കഥ പറയേണ്ട കാര്യമില്ല. പുണ്യമാസമായ റമളാനിൽ വൃതാനുഷ്ഠാനത്തിനുള്ള ആഗ്രഹം പോലും സഫലീകരിക്കാതെയാണ് ഇവർ ഈ വീട്ടിൽ കഴിയുന്നത്. സന്മനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ കാത്തിരിക്കുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അലവൻസുകൾ അടുത്ത മാസം 1 മുതൽ വർദ്ധിക്കും. HR അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ 27% വർദ്ധിപ്പിക്കുക. ശമ്പള കമ്മീഷൻ ശുപാർശ കേന്ദ്ര മന്ത്രിസഭ ഉടൻ അംഗീകരിക്കും. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ പ്രകാരമുള്ള ശമ്പള വർധന നടപ്പാക്കി 18 മാസം കഴിയുമ്പോഴാണ് അലവൻസുകൾ കൂടി വർദ്ധിപ്പിക്കുന്നത്. 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ HR അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ 27% വർദ്ധിപ്പിക്കും. 7ാം ശമ്പള കമ്മീഷന്റെ 24% എന്ന നിർദ്ദേശത്തെ മറികടന്നാണ് പുതിയ വർധനവ്. AK മാത്തൂറിന്റെ അധ്യക്ഷതയിലുള്ള 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ അലവൻസിന്റെ കാര്യം പുനഃപരിശോധിക്കാൻ അശോക് ലവാസ കമ്മിറ്റിയാണ് സർക്കാർ ഏൽപ്പിച്ചത്. ഈ കമ്മിറ്റിയാണ് 27% അലവൻസ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സർക്കാർ മുമ്പാകെ വച്ചത്. നഗരങ്ങൾക്കനുസരിച്ച് 24%, 16%, 8% എന്നിങ്ങനെയായിരുന്നു 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത HR അലവൻസ്. DA 50% കടന്നാൽ ഇത് 27% വർദ്ധിപ്പിക്കാമെന്നും പിന്നീട് DA 100% 30% വീണ്ടും വർദ്ധിപ്പിക്കാമെന്നായിരുന്നു കമ്മീഷൻ ശുപാർശ. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കേന്ദ്ര മന്ത്രിസഭ ഉടൻ പരിഗണിക്കും.
അടുത്ത മാസം 1 മുതൽ പുതുക്കിയ ശമ്പളം രാജ്യത്തെ 49 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നേരെ വന്നിറങ്ങുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവിക വിമാനത്താവളത്തിൽ. കലൂർ സ്റ്റേഡിയമാണ് ഉദ്ഘാടന വേദി. ഉദ്ഘാടനത്തിന് മുൻപ് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സംവിധാനവും ഒരുക്കങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. മെട്രോ ഉദ്ഘാടനത്തിനായി വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവികസേനാ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിഥി മന്ദിരത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുക. തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി എത്തും. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി അല്പദൂരം മെട്രോയിൽ യാത്ര ചെയ്യും. ക്ഷണിതാക്കളായ 3500 പേർ ചടങ്ങിൽ പങ്കെടുക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് ഉദ്ഘാടന വേദി ഒരുക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് വേദിയുടെയും പന്തലിന്റെയും നിർമ്മാണം നടക്കുക. ഇതിനു മുൻപ് തൊഴിലാളികളുടെ പേരുവിവരങ്ങൾ പോലീസിന് കൈമാറും. വേദി നിർമ്മാണത്തിന് മുന്നോടിയായി CCTV സ്ഥാപിക്കുകയും ഇവിടം സന്ദർശിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യും. വേദിക്ക് പുറത്ത് സ്റ്റേഡിയം പരിസരത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാനും വാഹന പാർക്കിംഗ് സുഗമമാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും. നേവൽ ബേസിൽ നിന്നും കലൂർ വരെയുള്ള ഭാഗത്ത് റോഡിൽ അറ്റകുറ്റപ്പണി നടത്താനും വഴിയരികിലെ കാനകൾ വൃത്തിയാക്കാനും ഉന്നതതല യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അത്യാഹിത ഘട്ടങ്ങളിൽ തയ്യാറായിരിക്കാൻ ജില്ലാ ആശുപത്രിക്ക് പുറമെ സ്വകാര്യ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. നോട്ട് നിരോധനത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ഗൃഹനാഥൻ ഭിന്നശേഷിക്കാരനായ 7 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താൻ കരുണയുള്ളവരുടെ സഹായം തേടുന്നു. മിശ്ര വിവാഹിതരായ ദമ്പതികൾ അവശതയിലായ മകനുമായി കഴിയുന്നത് ചെറ്റക്കുടിലാണ്. കൊല്ലം തൃക്കരുവയിലാണ് ദരിദ്ര കുടുംബം ദുരവസ്ഥയിൽ കഴിയുന്നത്. നോട്ട് നിരോധനം നിർമ്മാണ മേഖലയിൽ ഏൽപ്പിച്ച ആഘാതത്തിലാണ് കൊല്ലം തൃക്കരുവ സ്വദേശി സുധാകരന് തൊഴിൽ നഷ്ടമായത്. അതോടെ ഭിന്നശേഷിക്കാരനായ 7 വയസ്സുകാരൻ സംഗീതിന്റെ ജീവൻ നിലനിർത്തുന്നത് വെല്ലുവിളിയായി. ഒരു സെക്കൻഡ് പോലും സുധാകരനോ ഭാര്യ മിനിക്കോ സംഗീതിന്റെ സമീപത്തു നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മോന് നരമ്പിന്റെ പ്രശ്നം കൊണ്ട് മോന് കൈയും കാലൊന്നും ഉറക്കത്തൊന്നും പിടിച്ചാലും നിൽക്കത്തില്ല. കഴുത്തമ്മയുടെ കഴുത്തിങ്ങനെ നിർത്തുമ്പോൾ കഴുത്തിങ്ങനെ കിടക്കത്തേ ഉള്ളൂ. മോനെ കുട്ടിയെ ചികിത്സിക്കുന്നതിന് തിരുവനന്തപുരം SITയിൽ കാർ പിടിച്ചാണ് പോകുന്നത്. കഴിഞ്ഞ 7 വർഷത്തെ ചികിത്സയ്ക്കായി ഈ ദരിദ്ര കുടുംബത്തിന് കടം വാങ്ങിയ വകയിൽ 3.5 ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട്. ഒരു മാസം കുറഞ്ഞത് 10,000 രൂപയെങ്കിലും ചികിത്സയ്ക്ക് വേണം. സൗജന്യ നിരക്കിൽ കിട്ടിയിരുന്ന മരുന്നും കിട്ടാതായി. ഇപ്പോൾ ഈ നോട്ടിൻ്റെ ഈ നിരോധനം വന്നതിന് ശേഷം പണിയില്ല. മൊത്തം ഞാനും ഈ മോനുമായിട്ട് മൊത്തത്തിൽ മരുന്ന് മേടിക്കാനോ മറ്റൊന്നിനോ അല്ല ആഹാരത്തിനോ മറ്റൊന്നും കൊടുക്കാനുള്ള ഒരു മാർഗ്ഗവും. ഞങ്ങൾ ആപ്പാടെ ഇത് വന്നതിന് ശേഷം വലിഞ്ഞുപോയി. മോൻ്റെ മരുന്ന് മേടിപ്പും അവനെ കൊണ്ടുപോക്കും കേട്ടോ എല്ലാവരുടെയും കയ്യിൽ നിന്ന് മേടിച്ച് കടം മേടിച്ച് പലിശയാണ് കൂടുതലും. പലിശയും ബ്ലേഡും ഇതെല്ലാം കൊടുക്കാനുള്ള ഒരാളുടെ മാർഗത്തിൽ തൊക്കുന്നില്ല. മരുന്ന് കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. സ്ത്രീധനം നൽകാൻ കഴിയാതിരുന്ന മിനിയുടെ രക്ഷിതാക്കളെ സമീപിച്ച് മകളെ തന്നെ ധനമായി നൽകിയാൽ മതിയെന്ന് സുധാകരൻ അറിയിച്ചതോടെയാണ് മിനി ഭാര്യയായത്. 1987 മുതൽ ഈ കുടുംബം ചെറ്റപ്പുരയിലാണ് വാസം. മഴ പെയ്താൽ ചോരുന്ന പുരയിൽ കുടചൂടിയാണ് വയ്യാത്ത പൊന്നുമകനെ ഇവർ കാക്കുന്നത്. നിത്യച്ചെലവിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സുധാകരനും മിനിയും ഉൾപ്പെടുന്ന ഈ കുടുംബം. മുമ്പ് സംഗീതിന്റെ ചികിത്സയ്ക്ക് ലഭിച്ചിരുന്ന സൗജന്യ മരുന്നും ഇപ്പോൾ കിട്ടാതെയായി. ഇനിയെങ്കിലും വീട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുധാകരൻ. കനിവുള്ളവർ ഈ കുടുംബത്തെ കാണണം. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. റംസാൻ കാലത്ത് വിശ്വാസികൾക്ക് പള്ളിയിൽ നൽകിവരുന്ന ജീരകക്കഞ്ഞി വിതരണം ശ്രദ്ധേയമാകുന്നു. കാസർഗോഡ് ഉദുമ പടിഞ്ഞാറിലെ മുഹൈദ്ദീൻ പള്ളി ജമാഅത്ത് കമ്മിറ്റിയാണ് ജീരകക്കഞ്ഞി വിതരണം നടത്തുന്നത്. അരനൂറ്റാണ്ടായി ഇവിടെ ജീരകക്കഞ്ഞി വിതരണം മുടങ്ങാതെ നടത്തിവരികയാണ്. കാസർഗോഡ് ഉദുമ പടിഞ്ഞാർ മുഹൈദ്ദീൻ പള്ളിയിൽ റംസാൻ കാലത്ത് എല്ലാ ദിവസവും വൈകിട്ട് 4 മണിയോടെയാണ് ജീരകക്കഞ്ഞി വിതരണം. ജമാഅത്തിലെ മുഴുവൻ കുടുംബങ്ങളിൽ നിന്നും വിശ്വാസികൾ ജീരകക്കഞ്ഞി വാങ്ങാൻ പാത്രവുമായി പള്ളിയിലെത്തും. ഈ കഞ്ഞി ഔഷധ ഗുണമുള്ളതായി വിശ്വാസികൾ കരുതുന്നു. ജീരകം ചേർത്ത് പ്രത്യേക രുചിക്കൂട്ടോടുകൂടിയാണ് കഞ്ഞി തയ്യാറാക്കുന്നതെന്ന് ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി SV അബ്ദുള്ള പറഞ്ഞു. അരി, നാളികേരം, ഉള്ളി, പച്ചപ്പയർ അതുപോലുള്ള മറ്റുള്ള ചില രുചിക്കൂട്ടുകളും ചേർത്ത് വളരെ നല്ല രീതിയിൽ പാകം ചെയ്യുകയാണ് ചെയ്യുന്നത്. 50 വർഷമായി മുടങ്ങാതെ ഈ പള്ളിയിൽ നിന്നും ജീരകക്കഞ്ഞി വിതരണം ചെയ്തു വരുന്നു. ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കഞ്ഞി വിതരണത്തിന്റെ ചെലവ് വഹിക്കുന്നതും ജമാഅത്തിലെ കുടുംബങ്ങളാണ്. 50 കൊല്ലത്തോളായി ഈ കഞ്ഞി വിതരണം ഇവിടെ നടത്തപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ചെറിയ തോതിലാണെങ്കിലും ഇപ്പോൾ വർദ്ധിച്ച തോതിൽ ഇതിന് പ്രചാരം സിദ്ധിക്കുകയും നാട്ടുകാർ ഇതിനെ ഒരു ഔഷധ ഗുണമുള്ള കഞ്ഞിയായി കണക്കാക്കി ഇത് റംസാൻ മാസത്തിൽ എല്ലാ വീടുകളിലും
കൊണ്ടുപോകുന്നുണ്ട്. ഉദുമ പടിഞ്ഞാർ മുഹീദ്ദീൻ പള്ളിയിലെ ജിരേക്കഞ്ഞി വിതരണം മുടങ്ങാതെ തന്നെ തുടരണമെന്നാണ് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പടന്ന സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള 120ഓളം ഹോട്ടലുകളാണ് മുംബൈ നഗരത്തിലുള്ളത്. ഇവരുടെ സംഘടനയാണ് ബജറ്റ് ഹോട്ടൽ അസോസിയേഷൻ. പരസ്പര ധാരണയോടെയുള്ള കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് ഈ സൗഹൃദ കൂട്ടായ്മയുടെ മഹാനഗരത്തിലെ വിജയം. സാധാരണക്കാർക്ക് പ്രാപ്യമായ നിലവാരമുള്ള താമസ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മുംബൈയിലെ ബജറ്റ് ഹോട്ടൽ അസോസിയേഷൻ അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ ശൃംഖലകൾ മാതൃകയാകുന്നത്. ഏകദേശം 2000-ലധികം മുറികളാണ് ഈ ശൃംഖലയുടെ കീഴിൽ മുംബൈ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി ഒരുക്കിയിരിക്കുന്നത്. 1000 മുതൽ 3000 രൂപ വരെയുള്ള റേറ്റിൽ കൊടുക്കുകയും ആൾക്കാരുടെ പരമാവധി ആവശ്യങ്ങൾ ബെഡ്, ബ്രേക്ക്ഫാസ്റ്റ്, വൈഫൈ ഇതാണ് ഇന്നത്തെ ആവശ്യം. ഈ ആവശ്യത്തിന് നല്ല രീതിയിൽ പരിപോഷിപ്പിച്ചുകൊണ്ട് പോകും. തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ പടന്ന നിവാസികൾ നേരിടേണ്ടി വന്ന വിമർശനങ്ങളും ദുഷ്പേരും കുറച്ചൊന്നുമല്ല ഇവരെയെല്ലാം ആശങ്കയിലാക്കിയത്. തീവ്രവാദ കേസുകളൊക്കെ ഇന്ത്യയിൽ നിന്ന് IS പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിനെ ലോകം മുഴുവൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയിരുന്നു. ഏതാനും ചിലരുടെ പ്രവൃത്തി മൂലം കളങ്കമുണ്ടായിട്ടുണ്ടെങ്കിലും ഈ കാണുന്നതൊക്കെ നമ്മുടെ നന്മയുടെ പ്രതീകങ്ങളാണ്. സ്ഥലത്തിന് പൊന്നുവിലയുള്ള നഗരത്തിലെത്തുന്ന സാധാരണക്കാരായ സന്ദർശകരെ അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് താമസിക്കാനൊരിടം. നഗരത്തിൽ കച്ചവടത്തിനായി എത്തുന്ന ചെറുകിട ബിസിനസ്സുകാർക്കും തൊഴിൽ തേടി ഗൾഫിലേക്ക് പോകുന്നവർക്കുമെല്ലാം അത്താണിയാണ് ബജറ്റ് ഹോട്ടലുകൾ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് മുംബൈയിലെത്തി പരസ്പരം കൈകോർത്ത് വ്യവസായം നടത്തുകയും 2000-ൽ പരം ആധുനിക സൗകര്യങ്ങളൊരുക്കിയ റൂമുകളുള്ള ഹോട്ടലുകൾ പടുത്തുയർത്തുകയും ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കുകയാണ് പടന്ന നിവാസികൾ. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. TV ബാറ്റ്മാൻ എന്നറിയപ്പെടുന്ന അതിമാനുഷ നായകന്മാരുടെ തുടക്കക്കാരൻ ആദം വെസ്റ്റ് ഇനി ഓർമ്മയാണ്. 88 വയസ്സായ ആദം വെസ്റ്റിന്റെ അവസാന നിമിഷങ്ങൾ ലോസ് ഏഞ്ചൽസിലായിരുന്നു. ആ അതിമാനുഷൻ ഇനി ഓർമ്മയാണ്. സ്പൈഡർമാനും സൂപ്പർമാനും ഉൾപ്പെടെയുള്ള അതിമാനുഷ കഥാപാത്രങ്ങൾ കുട്ടികളുടെയോ യുവാക്കളുടെയോ മുന്നിലെത്തും മുൻപ് 1960കളിൽ ആദം വെസ്റ്റ് ബാറ്റ്മാനായി ലോക പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിച്ചു. 1966ൽ ബാറ്റ്മാൻ സിനിമയുമായി. ഇന്ന് ഈ നിരയിലുള്ള അതിമാനുഷ നായകരെ കേന്ദ്രമാക്കിയ സിനിമകൾ ഒട്ടനവധിയാണ്. അത്തരം സിനിമകളുടെ ചരിത്രം എന്നും ബാറ്റ്മാനെ ഓർത്തുകൊണ്ടിരിക്കും, അതിലൂടെ ആദം വെസ്റ്റിനെയും. TV ശൃംഖലയിലൂടെ ബാറ്റ്മാൻ സീരീസിന്റെ തന്നെ ഹരമായി അദ്ദേഹം മാറുകയായിരുന്നു. 1954ൽ അഭിനയ ലോകത്തെത്തിയ ആദം വെസ്റ്റ് 6 പതിറ്റാണ്ടിനിപ്പുറമാണ് ലോകത്തോട് വിട പറയുന്നത്. 88 വയസ്സായിരുന്ന അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ ലോസ് ഏഞ്ചൽസിലായിരുന്നു. അന്ത്യനിമിഷങ്ങളിൽ ലുക്കീമിയ രോഗത്തിന്റെ പിടിയിലായിരുന്നു ആദം വെസ്റ്റ്. ന്യൂസ് ഡെസ്ക്. കൊടിക്കുന്നിൽ സുരേഷ് MPയെ A ഗ്രൂപ്പിൽ തിരിച്ചെടുക്കേണ്ടതില്ലെന്ന് കൊല്ലത്ത് ചേർന്ന നേതാക്കളുടെ യോഗം തീരുമാനിച്ചു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ കൊടിക്കുന്നിലിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നേതാക്കൾ നടത്തിയത്. MM ഹസൻ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ ഗ്രൂപ്പിനെ മറന്നു പ്രവർത്തിക്കുകയാണെന്നും വിമർശനമുയർന്നു. A ഗ്രൂപ്പുമായി കടുത്ത അകൽച്ചയിലായ കൊടിക്കുന്നിൽ സുരേഷ് ഗ്രൂപ്പിൽ തിരികെ എത്താൻ ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തിയിരുന്നു. കൊടിക്കുന്നിലിനെ തിരിച്ചെടുക്കുന്ന വിഷയത്തിൽ ജില്ലയിലെ A ഗ്രൂപ്പ് നേതാക്കളുടെ അഭിപ്രായമറിയാൻ ബെന്നി ബെഹന്നാന്റെയും തമ്പാൻ രവിയുടെയും നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്ത് യോഗം വിളിച്ചത്. A ഷാനവാസ് ഖാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊടിയൂർ രാമചന്ദ്രനാണ് കൊടിക്കുന്നിലിനെ ഗ്രൂപ്പിൽ എടുക്കുന്നതിനെ പ്രതികൂലിച്ച് ആദ്യം രംഗത്തെത്തിയത്. ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാക്കിയ സബിൻ സത്തിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച കൊടിക്കുന്നിലിനെ ഗ്രൂപ്പിൽ തിരിച്ചെടുത്താൻ സതീശലിന്റെ ആത്മാവ് പുറകില്ലെന്നാണ് കൊട്ടാരക്കര ബ്ലോക്ക് പ്രസിഡന്റ് മധുലാൽ യോഗത്തിൽ പറഞ്ഞത്. ബാർ ഉടമകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് നടത്താൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വ്യാപക പണപ്പിരിവ് നടന്നുവെന്നും വിമർശനമുയർന്നു. അവസരം മുതലാക്കി I ഗ്രൂപ്പിലേക്ക് കാലുമാറുന്ന സ്വഭാവത്തിലേക്ക് കൊടിക്കുന്നിൽ മാറിയെന്നും ചിലർ വിമർശിച്ചു. DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം കൊടിക്കുന്നിൽ സുരേഷ് കൊട്ടാരക്കരയിലും വിവിധ നിയോജക മണ്ഡലങ്ങളിലും അനുയായികളുടെ യോഗം ചേർന്നതും A ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചു. DCC വൈസ് പ്രസിഡന്റ് സൂരജ് രവിയെയും A ഗ്രൂപ്പുമായി ഇനി മുതൽ സഹകരിപ്പിക്കേണ്ടെന്നാണ് യോഗത്തിന്റെ തീരുമാനം. MM ഹസൻ തന്റെ സ്ഥാനം നിലനിർത്താൻ ഗ്രൂപ്പിനെ തള്ളുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനമുയർന്നു. KPCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കും മുമ്പ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലും ജില്ലയിൽ A ഗ്രൂപ്പ് യോഗം ചേർന്നിരുന്നു. ഇന്നലെ ചേർന്ന യോഗത്തിൽ അൻസാർ അസീസ്, E മേരിദാസൻ, CR നജീബ്, കല്ലട രമേശ്, പ്രൊഫസർ രമാരാജൻ, P ജെർമിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജോസ് ആലുക്കാസ് പ്രോപ്പർട്ടീസിന്റെ തിരുവനന്തപുരത്തെ ആദ്യ പ്രൊജക്ടിന് തുടക്കം കുറിച്ചു. ഗോൾഡൻ ആർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടനം
കെ മുരളീധരൻ MLA നിർവഹിച്ചു. ജോസ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലുക്ക, മാനേജിംഗ് ഡയറക്ടർ ജോൺ ആലുക്ക തുടങ്ങിയവർ പങ്കെടുത്തു.